നമസ്കാരം. പ്രധാന വാർത്തകൾ. മഴ കനക്കുന്നു. ശബരിമലയിലെ പരമ്പരാഗത കാനനപാതയിൽ നിയന്ത്രണം. വനംവകുപ്പാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വനത്തിൽ ശക്തമായ മഴ തുടർന്നാൽ പമ്പയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ സഹായങ്ങൾക്കായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം. എയ്ഡഡ് സ്കൂളുകളിലെ 3 വർഷത്തെ അധ്യാപക അനധ്യാപക സ്ഥിര നിയമനങ്ങൾ റദ്ദാക്കാൻ നിർദ്ദേശം. ഭിന്നശേഷി സംവരണം പാലിച്ച് നിയമനം നടത്താത്തതിനാൽ സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ കഴിഞ്ഞ 3 വർഷമായി നടത്തിയ അധ്യാപക അനധ്യാപക സ്ഥിര നിയമനങ്ങൾ റദ്ദാക്കാൻ നിർദ്ദേശം. കഴിഞ്ഞ 3 വർഷത്തിനിടെ നടത്തിയ സ്ഥിര നിയമനങ്ങൾ റദ്ദാക്കാനും പകരം ഇവരെ ദിവസവേതനക്കാരായി നിയമിക്കാനുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഭിന്നശേഷി സംവരണം നടപ്പാക്കാത്ത സ്കൂളുകൾക്കാണ് ഇത് ബാധകം. എന്നാൽ സംസ്ഥാനത്ത് ആകെയുള്ള 8210 എയ്ഡഡ് സ്കൂളുകളിൽ ഭൂരിപക്ഷവും ഭിന്നശേഷി നിയമനം പൂർത്തിയാക്കിയിട്ടില്ല. വളപട്ടണത്തെ വൻ കവർച്ചയിൽ പ്രതി പിടിയിൽ. വളപട്ടണം കവർച്ചാ കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ. മന്നയിൽ അരിവ്യാപാരി KP അഷ്റഫിന്റെ വീട് കുത്തി തുറന്ന് 1 കോടി രൂപയും 300-ലേറെ പവൻ ആഭരണങ്ങളും കവർന്ന സംഭവത്തിൽ അഷ്റഫിന്റെ അയൽവാസിയാണ് പിടിയിലായത്. അഷ്റഫിന്റെ വീടിന് സമീപത്തെ കൊച്ചുകൊമ്പൽ വിജേഷിനെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അഷ്റഫുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് വെൽഡിംഗ് തൊഴിലാളിയായ വിജേഷ്. കവർച്ച ചെയ്ത പണവും ആഭരണങ്ങളും വിജേഷിന്റെ വീട്ടിലെ കട്ടിനടിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തതും റിപ്പോർട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും വിരലടയാളങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. കല്യാണം കഴിഞ്ഞ് 5-ാം നാൾ മുതൽ കൊല്ലത്ത് നവവധുവിന് പീഡനം. ഭർത്താവ് പിടിയിൽ. കൊല്ലം കുണ്ടറയിൽ നവവധുവിനെ കല്യാണം കഴിഞ്ഞ് 5-ാം നാൾ മുതൽ പീഡിപ്പിച്ച ഭർത്താവ് പിടിയിലായി. കുണ്ടറ പോലീസാണ് ഭർത്താവിനെതിരെ കേസെടുത്തത്. സ്ത്രീധനം ആവശ്യപ്പെട്ട ശരീരമാസകലം അടിക്കുകയും കടിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. ആരോപണ വിധേയനായ നിതിൻ സർക്കാർ ജീവനക്കാരനാണ്. സ്വർണം നൽകാൻ വിസമ്മതിച്ചപ്പോഴാണ് മർദ്ദനമുണ്ടായതെന്ന് യുവതി പറഞ്ഞു. യുവതിയുടെ കയ്യിലും കഴുത്തിലുമടക്കം പരിക്കുകളുണ്ട്. റൂമിൽ വാതിലടച്ചായിരുന്നു മർദ്ദനമുണ്ടായത്. നിതിന്റെ അമ്മയും സഹോദരിയും വീട്ടിലുണ്ടായിട്ടും ഇടപെട്ടില്ലെന്നും യുവതി പറഞ്ഞു. അതേസമയം പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിതിന്റെ കുടുംബം നിഷേധിച്ചു. സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യം വിളിയുമായി യുവമോർച്ച. കണ്ണൂർ അഴീക്കോട്ടെ ജയകൃഷ്ണൻ അനുസ്മരണത്തിനിടെയാണ് കൊലവിളി മുദ്രാവാക്യം വിളി ഉയർന്നത്. ബി.ജെ.പി ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയും പങ്കെടുത്ത റാലിയിലാണ് കൊലവിളി മുദ്രാവാക്യം. സന്ദീപ് വാര്യർ ബലിദാനികളെ അപമാനിച്ചയാളാണെന്നും പാർട്ടിയെ വഞ്ചിച്ചെന്നും മുദ്രാവാക്യത്തിൽ പറയുന്നു. 30 വെള്ളിക്കാശും വാങ്ങി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത തന്തയില്ലാത്ത മൂരാച്ചിയാണെന്ന് വിളിച്ചുകൊണ്ടാണ് ഭീഷണി മുദ്രാവാക്യം വിളി ആരംഭിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. അതേസമയം ബി.ജെ.പിയുടെ അസഹിഷ്ണുതയെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്നും താൻ അവിടം വിട്ടത് ശരിയായ തീരുമാനമായിരുന്നുവെന്ന് വ്യക്തമായെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു.